നിങ്ങൾക്കറിയാമോ ഈ ബിർളയുടെയും അംബാനിയുടെയും ഒക്കെ ഹല്ലേലൂയ അവരുടെ മിനിറ്റുകൾക്ക്, അവരുടെ സെക്കൻഡുകൾക്ക് ഇത്ര രൂപ വിലയുണ്ട്, ലക്ഷങ്ങളുടെ വിലയുണ്ടെന്ന് അവർ പറയും. ഹല്ലേലൂയ. നിങ്ങളല്ലെങ്കിൽ അവരുടെ കുറിച്ചുള്ള ആ ഫീച്ചറുകൾ എടുത്ത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അവർ പറയും നമ്മളൊക്കെ പറയുന്ന ഒരു ദിവസം കൂലി 1200 രൂപ, അത് നമ്മുടെ റേറ്റ്. ഹല്ലേലൂയ. പക്ഷെ അവരെ പറയുന്ന ഒരു മിനിറ്റിന് ഇത്ര രൂപ, എൻ്റെ ഒരു സെക്കൻഡിന് ഇത്ര രൂപ വിലയുണ്ടെന്ന് പറയും. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ഒരു കാര്യം പറയാം, നമ്മുടെ ലൈഫിനകത്ത് ഏറ്റവും വിലയുള്ള ടൈം ഏതാണെന്നറിയാമോ? ദൈവസന്നിധിയിൽ സ്പെൻഡ് ചെയ്യുന്ന ടൈമാണ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമ്മൾ ഇരിക്കുന്ന ടൈമാണ് നമ്മുടെ ലൈഫിനകത്ത് ഏറ്റവും വിലയേറിയ ടൈം. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, കർത്താവേ അങ്ങയുടെ ആലയത്തിലായിരിക്കുന്ന ഒരു ദിവസം 1000 ദിവസങ്ങളെക്കാൾ ഉത്തമമല്ലോ എന്ന് പറയുന്നത്. അതുകൊണ്ട് സന്തോഷത്തോടെ ഇരിക്കുക. അത്യാവശ്യം ഉണ്ടെങ്കിൽ ആരോടും ഞാനോ പിണങ്ങത്തില്ല. നിങ്ങൾക്ക് അത്യാവശ്യങ്ങളെ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നിങ്ങൾ സമാധാനത്തോടെ പോവുക. ആശീർവാദം നിങ്ങളോട് കൂടെ ഉണ്ടാകും. സന്തോഷത്തോടെ ആയിരിക്കുക. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരു കുഞ്ഞു ചിന്തയിലേക്ക് വേഗത്തിൽ കൊണ്ടുവന്ന് ഞാൻ വേഗത്തിൽ ഇരിക്കുവാൻ താല്പര്യപ്പെടുന്നു. വേഗത്തിൽ എടുക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് വരാം. അതിൻ്റെ 9-ാമത്തെ അധ്യായം, അതിൻ്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ആമേൻ. ആ ഭാഗം ഒന്ന് വായിച്ചേ. ആമേൻ. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം എടുത്തൊരാളൊന്ന് വേഗത്തിൽ വായിച്ചാട്ടെ. മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ സൂചിപ്പിക്കുന്നു. മതി, കരങ്ങളെ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി ആമേൻ തുറന്നിട്ടില്ല, അല്ലെങ്കിൽ വെളിപ്പെട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ സൂചിപ്പിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. നമ്മളെല്ലാവരും ദൈവത്തെ ആരാധിക്കാൻ കടന്നു വരുന്നവരാണ്. എന്താണ് മുൻകൂടാരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിടെ പറഞ്ഞിരിക്കുന്നു, ഇതിനാൽ സൂചിപ്പിക്കുന്നു എന്ന് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്? ഇത് പൗലോസിൻ്റെ ലേഖനമാണെന്ന് പറയപ്പെടുന്നു. പക്ഷേ കൺഫർമേഷൻ കൊടുത്തിട്ടില്ല. ഭാഷാ ശൈലി കൊണ്ട് പൗലോസ് അപ്പോസ്തലൻ്റെ ലേഖനമാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം എന്ന് പറയുന്നു. എന്നാലും നമ്മൾക്ക് എബ്രായർക്ക് എഴുതിയ ലേഖകൻ എന്ന് പറയാം. ലേഖകൻ എഴുതി വെച്ചിരിക്കുവാണ്, മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ ഒരു കാര്യം ഒരൊറ്റ പോയിന്റ് പറയുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിനകത്ത് വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി തെളിയണമെങ്കിൽ എന്താണ് ഈ വിശുദ്ധ മന്ദിരം? ദൈവവുമായിട്ട് മനുഷ്യൻ ഇടപെടാൻ കഴിയുന്ന ഹല്ലേലൂയ ആ പ്ലേസ്, അതിനെയാ വിശുദ്ധ മന്ദിരം എന്ന് പറയുന്നത്. വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി തെളിയണമെങ്കിൽ തിരിച്ചറിയുക, മുൻകൂടാരം പൊളിഞ്ഞേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. മുൻകൂടാരം എന്ത് ചെയ്യണം? പൊളിഞ്ഞാലേ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി തുറന്നു വരത്തുള്ളൂ. എന്താണ് വിശുദ്ധ മന്ദിരം? എന്താണ് മുൻകൂടാരം എന്ന് പറയുന്നത്? ഹല്ലേലൂയ. നമുക്കറിയാം. നിങ്ങൾ ലേവ്യ പുസ്തകമൊക്കെ എടുത്ത് വായിച്ചു നോക്കിയാൽ, പുറപ്പാടിൻ്റെ പുസ്തകം, ലേവ്യ പുസ്തകങ്ങളിലേക്ക് വായിച്ചു നോക്കിയാൽ സമാഗമന കൂടാരത്തിൻ്റെ നിർമ്മാണ രീതിയെക്കുറിച്ച് പറയുന്നുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകം നിങ്ങൾ വായിക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു 25 മുതൽ 35 വരെയുള്ള ഭാഗങ്ങളാണെന്നാണ് എൻ്റെ ഓർമ്മ. ആ ഭാഗങ്ങൾ നിങ്ങൾ പഠിച്ചാൽ 40-നടുത്തുള്ള അധ്യായങ്ങൾക്കകത്ത് സമാഗമന കൂടാരത്തെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. ഇസ്രായേൽ ജനത്തിന്റെ നടുവിൽ ദൈവത്തിന് വസിക്കുവാനായി മോശയോട് ദൈവം കൊടുത്ത മാതൃക പ്രകാരം മോശയാൽ വിശേഷ ജ്ഞാനം കൊടുത്ത് ചില വ്യക്തികളാൽ ഉളവാക്കപ്പെട്ട സ്ഥലമാണ് സമാഗമന കൂടാരം. ഈ സമാഗമന കൂടാരം എന്തിനു വേണ്ടി? ദൈവത്തിന് ഇറങ്ങി വരുവാൻ, ദൈവ സാന്നിധ്യത്തിന് ജനത്തിന്റെ ഇടയിൽ ഇറങ്ങി നിൽക്കുവാൻ ഹല്ലേലൂയ ദൈവത്താൽ എന്താ പറയാ ആലോചന കൊടുത്ത് ചെയ്യപ്പെട്ട സ്ഥലമത്തെയാണ് സമാഗമന കൂടാരം എന്ന് പറയുന്നത്. ഈ സമാഗമന കൂടാരത്തിന് നോർമലി 3 ഭാഗങ്ങളാണുള്ളത്. ആലയം വെക്കുമ്പോൾ അത് 3 ഭാഗമായിട്ടാണ്. ഒന്നാമത്തെ ഭാഗം പ്രാകാരമാണ്. എന്തുവാണ് ഒന്നാമത്തെ ഭാഗം? പ്രാകാരം. ഈ പ്രാകാരത്തിന്റെ പ്രത്യേകത, അവിടെ എല്ലാ ജനങ്ങൾക്കും സന്തോഷത്തോടെ കയറി ചെല്ലാം. ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തോട് അടുത്തു വരുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ സമാഗമന കൂടാരത്തിനടുത്തോ ദൈവത്താൽ നിർമ്മിക്കപ്പെട്ട, ദൈവത്താൽ പ്ലാൻ കൊടുത്ത് നിർമ്മിക്കപ്പെട്ട ദൈവാലയത്തിനകത്തേക്കോ ദൈവാലയത്തിലോട്ടോ വരുവാൻ താല്പര്യപ്പെടുമ്പോൾ അവർ വരുന്നത് സമാഗമന കൂടാരത്തിൽ അല്ലെങ്കിൽ ദൈവാലയത്തിനകത്ത് പ്രാകാരത്തിലാണ്. ഹല്ലേലൂയ. ദൈവജനം ജനത്തിന് പ്രാകാരം വിട്ട് അപ്പുറത്തോട്ട് കടക്കാനൊക്കത്തില്ല.
പ്രാകാരമാണ് ജനം നിൽക്കേണ്ട സ്ഥലം. ഹല്ലേലൂയ. അത് കഴിഞ്ഞാൽ ഇത് 3 ഭാഗമാണ് ഈ ദൈവത്തിന്റെ ആലയം അല്ലെങ്കിൽ ദൈവത്തിന്റെ സമാഗമന കൂടാരത്തിലുള്ളത്. സമാഗമന കൂടാരത്തിൽ മെയിനായിട്ട് 2 ഭാഗം: വിശുദ്ധ മന്ദിരം, അതിപരിശുദ്ധ സ്ഥലം. വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം. അവിടെ ജനത്തിനകത്തോട്ട് കയറാൻ പറ്റും. ജനം പ്രാകാരം വരെ പോകത്തുള്ളൂ. പക്ഷെ വിശുദ്ധ മന്ദിരത്തിലോട്ട് പുരോഹിതന് എല്ലാ ദിവസവും കയറി യാഗം കഴിക്കാനുള്ള പെർമിഷൻ ഉണ്ട്. ഹല്ലേലൂയ. അവിടെയും സാധാരണ മനുഷ്യന് കയറാൻ പറ്റത്തില്ല. പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തിലേക്ക് കയറി ദിനംതോറും എന്ത് ചെയ്യും? യാഗം കഴിക്കും, അല്ലെങ്കിൽ ആരാധന കഴിക്കും. ഹല്ലേലൂയ. ഇനിയൊരു സ്ഥലമുണ്ട്, അത് അതിപരിശുദ്ധ സ്ഥലമാണ്. ഈ അതിപരിശുദ്ധ സ്ഥലത്ത് വിശുദ്ധ സ്ഥലത്ത് കയറുന്നത് പോലെയും കയറാനൊക്കത്തില്ല. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾക്ക് മനസ്സിലാകുമോ? നിങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ആ പഴയ നിയമ കാലഘട്ടത്തിലെ ആരാധനയുടെ സിസ്റ്റമാണ് ഞാൻ പറയുന്നേ. ആമേൻ. ഹല്ലേലൂയ. 3 ഭാഗങ്ങളുണ്ട്. പ്രാകാരത്തിനകത്താണ് ജനങ്ങൾ വരുന്നത്. 2 വിശുദ്ധ സ്ഥലം. വിശുദ്ധ സ്ഥലത്താണ് എന്തുള്ളത്? പുരോഹിതന്മാർ എല്ലാ ദിവസങ്ങളിലും കയറി യാഗം കഴിക്കുന്നത്. ഇനിയൊന്നുണ്ട്, അതിപരിശുദ്ധ സ്ഥലം. അതിപരിശുദ്ധ സ്ഥലത്തിനകത്തേക്ക് എല്ലാവർക്കും എപ്പോഴും, അല്ലെങ്കിൽ പുരോഹിതന്മാരാണെങ്കിൽ പോലും അങ്ങനെയും ഇങ്ങനെയും കയറി ചെല്ലാൻ ഒക്കത്തില്ല. ഹല്ലേലൂയ. സൂക്ഷ്മതയോടെ മാത്രം കയറി ചെല്ലാൻ അനുവദനീയമായ സ്ഥലമാണ് അതിപരിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത്. ഈ അതിപരിശുദ്ധ സ്ഥലത്ത് ഹല്ലേലൂയ, ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ഒരാൾ കയറിയാൽ പിന്നെ അയാൾ പുറം ലോകം കാണത്തില്ല. ഹല്ലേലൂയ. അത്രയും വിശുദ്ധിയോടെ സൂക്ഷിക്കുന്ന സ്ഥലമാണ് അതിപരിശുദ്ധ സ്ഥലം. അവിടെയും വചനം പറയുന്നത് ഇങ്ങനെയാണ്: ആണ്ടിലൊരു ദിവസം കൂറിന്റെ നിയമപ്രകാരം എന്ന് വെച്ചാൽ ഇവരെ പുരോഹിതന്മാരുടെ ഇടയിൽ തന്നെ ഒരു നറുക്കിട്ടൊരു തിരഞ്ഞെടുപ്പുണ്ട്. അതിനകത്തുനിന്ന് ഈ നറുക്ക് വീഴുന്ന മനുഷ്യനാണ് അകത്ത് കയറാൻ യോഗ്യനായവൻ. ഈ മനുഷ്യൻ എന്ത് ചെയ്യും? തന്നെ വിശുദ്ധീകരിച്ച് മാസങ്ങൾ ദൈവസന്നിധിയിൽ തന്നെ സമർപ്പിച്ചു കൊടുത്ത് വിശുദ്ധീകരിച്ച് ജീവിച്ച് വിശുദ്ധിയിൽ ജീവിച്ചതിന് ശേഷം നിശ്ചയിക്കപ്പെട്ടുള്ള ദിവസം അതിപരിശുദ്ധ സ്ഥലത്തോട്ട് കയറും. ചുമ്മാതെ കയറി ചെല്ലാൻ ഒക്കത്തില്ല. തൻ്റെയും ജനത്തിൻ്റെയും പാപപരിഹാരത്തിനു വേണ്ടി അർപ്പിക്കപ്പെട്ട യാഗമൃഗത്തിൻ്റെ രക്തവുമായി മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറി ചെല്ലും. ഹല്ലേലൂയ. അതും ആണ്ടിലൊരിക്കൽ. വചനം പറയുന്നു വിശുദ്ധ മന്ദിരവും പ്രാകാരവും ഉൾപ്പെടുന്ന സ്ഥലം. ഇതിൽ വിശുദ്ധ മന്ദിരത്തെയാണ് ഈ ഭാഗത്ത് ലേഖകൻ എടുത്തു പറഞ്ഞിരിക്കുന്ന മുൻകൂടാരം എന്ന്. ഹല്ലേലൂയ. മുൻകൂടാരം നിൽക്കുന്നിടത്തോളം എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അതിപരിശുദ്ധ സ്ഥലത്തേക്കുള്ള വഴി വെളിപ്പെട്ടു വരത്തില്ല. ഹല്ലേലൂയ. എനിക്കറിയാം ഇത് വചനമാണ്, ഇച്ചിരി കട്ടിയാണ്, പക്ഷെ നിങ്ങളത് മനസ്സിലാക്കണം. ഇന്ന് നമ്മൾ പലതും മുൻകൂടാരത്തിൽ തട്ടി നിൽക്കുക. വിശുദ്ധ സ്ഥലത്തോട്ടോ പ്രാർത്ഥനയുടെ അടുത്ത തലത്തിലോട്ടോ കയറാൻ പറ്റാതെ നമ്മൾ വന്ന് ഇടിച്ച് നിൽക്കുന്നത് എവിടാന്നറിയാമോ? ഈ മുൻകൂടാരത്തിൽ ഇടിച്ച് നിൽക്കുകയാണ്. സ്വർഗം ആഗ്രഹിക്കുന്നത് മുൻകൂടാരത്തിൽ നിൽക്കാനല്ല, വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി തുറന്നു കിടക്കുക. അതുവഴി ഒന്ന് കയറി ചെല്ലണം. നമ്മളായി തന്നെ നിർമ്മിച്ച ഏതെങ്കിലും മുൻകൂടാരങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അത് ബ്രേക്കായേ പറ്റത്തുള്ളൂ. ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവിക വിടുതൽ പൂർണ്ണതയോടെ നമ്മൾ അനുഭവിപ്പാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മുൻകൂടാരം പൊളിഞ്ഞാലേ ചിലത് സംഭവിക്കത്തുള്ളൂ. ഹല്ലേലൂയ. മുൻകൂടാരം പൊളിഞ്ഞാലേ ചിലത് സംഭവിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഇവിടെ വചനം പറയുന്നത് ഇങ്ങനെയാണ്: മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് സൂചിപ്പിക്കുന്നു. ഹല്ലേലൂയ. എന്താ കാര്യം? മുൻകൂടാരം അല്ലെങ്കിൽ ഈ പ്രാകാരം കഴിഞ്ഞ് വിശുദ്ധ സ്ഥലത്തേക്ക് ആർക്ക് മാത്രമേ കയറി ചെല്ലാൻ പറ്റത്തുള്ളൂ? പുരോഹിതന്മാർക്ക് മാത്രമേ കയറി ചെല്ലാൻ പറ്റത്തുള്ളൂ. നമുക്ക് യേശു കർത്താവിൻ്റെ കാലത്തിൻ്റെ ആലയത്തിൻ്റെ സിസ്റ്റം അറിയാം. ആലയത്തിൻ്റെ സിസ്റ്റം അറിയാം. എന്താ ആലയത്തിൻ്റെ സിസ്റ്റം? ഹല്ലേലൂയ. പുരോഹിതന്മാർ വിശുദ്ധ സ്ഥലത്ത് യാഗം കഴിക്കും. അപ്പോൾ തന്നെ അതിനപ്പുറം കടുക്കാതെ വണ്ണം ഒരു തിരശീല പ്രാകാരത്തിനും വിശുദ്ധ മന്ദിരത്തിനും ഇടയിലുണ്ട്. ഹല്ലേലൂയ. ഇതിനിടയിൽ ഒരു തിരശീലയുണ്ട്. ഈ തിരശീല ഉള്ളത് കൊണ്ട് ജനത്തിന് അപ്പുറത്തെന്താ നടക്കുന്നെന്ന് കാണാനൊക്കത്തില്ല. അതിപരിശുദ്ധ സ്ഥലത്തും വിശുദ്ധ സ്ഥലത്തും എന്താ ഉള്ളതെന്ന് ജനം ഹല്ലേലൂയ കാണാൻ പറ്റാത്തതുപോലെ ജനത്തിന് അടുത്തെന്താ ദൈവമായിട്ടൊന്ന് നേരിട്ട് അടുത്തു വരാൻ കഴിയാത്തതുപോലെ ജനം ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുകയാണ്. ഹല്ലേലൂയ. അകന്ന് നിൽക്കുക. ഇന്നും ആ ലെവലിൽ നിൽക്കുന്നവരുണ്ടെങ്കിൽ ദൈവസാന്നിധ്യത്തിലൂടെ കയറി വാ.
ഹല്ലേലൂയ. അകന്ന് നിൽക്കുക. യേശു കർത്താവ് എന്താ ചെയ്തതെന്നറിയാമോ? യേശു കർത്താവ് പൊളിച്ചത് മുൻകൂടാരത്തെയാ. ആമേൻ, ഹല്ലേലൂയ. ചില മുൻകൂടാരങ്ങൾ പൊളിയുന്നത് കർത്താവിലൂടെയാ. അത് പൊളിഞ്ഞേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. ചില മുൻകൂടാരങ്ങൾ പൊളിഞ്ഞേ മതിയാകത്തുള്ളൂ. വചനം പറയുന്നു, മുൻകൂടാരം നിന്നാൽ വിശുദ്ധ മന്ദിരം വെളിപ്പെടത്തില്ല. വിശുദ്ധ മന്ദിരം വെളിപ്പെടണമോ മുൻകൂടാരം പൊളിയണം. അവൻ യേശു കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? തൻ്റെ ക്രൂശിലെ മരണത്തിലൂടെ അവൻ, ഹല്ലേലൂയ, വചനം പറയുന്നു, അവൻ ക്രൂശിൽ അവൻ കർത്താവേ, അബ്ബാ പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കയ്യിലേക്ക് അവൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ ജീവനെ ദൈവകരങ്ങളിലേക്ക്, തൻ്റെ പ്രാണനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ വചനം പറയുന്നു, ദൈവാലയത്തിൻ്റെ തിരശീല മേൽത്തടിയോളം രണ്ടായി കീറി. അവിടെ എന്താ വെളിപ്പെട്ടെ? അകത്തെന്താ ഉള്ളതെന്ന് പുറത്തിരിക്കുന്ന ജനത്തിന് വെളിപ്പെട്ട് വരിക. ഓ, എന്താ അതിപരിശുദ്ധ സ്ഥലം, പരിശുദ്ധ സ്ഥലത്ത്, അതിപരിശുദ്ധ സ്ഥലത്ത് എന്താ ഉള്ളേ? അല്ല, അതിനകത്തുള്ളതെന്താ? ദൈവത്തിൻ്റെ പെട്ടകമുണ്ട്. പെട്ടകത്തിനകത്ത് എന്താ ഉള്ളേ? കൽപ്പന. അവൻ അതുപോലെ തന്നെ മഹരോന്റെ തളിർത്ത വടി, അവൻ അല്ല മണ്ണായി അടങ്ങിയ ചെപ്പ്, അതിന് അവൻ മൂടുന്ന അവൻ കൃപാസനം, കെരൂബുകളാൽ അവൻ സൂക്ഷിക്കപ്പെടുന്ന കൃപാസനം, അവൻ തിരശീല കീറി രണ്ടാകുമ്പോ അവൻ അതിപരിശുദ്ധ പരിശുദ്ധ സ്ഥലം അവൻ വെളിപ്പെട്ടു വരികയാണ്. ഹല്ലേലൂയ. വചനം യേശു കർത്താവ് ചെയ്തതെന്താ? അവൻ ദൈവത്തിന്റെ അടുക്കലേക്ക് തൻ്റെ ജനത്തെ ഉപാധികളില്ലാതെ കയറി വരുവാൻ തക്കവണ്ണം ഒരു ക്ഷണമാ യേശു കർത്താവ് തൻ്റെ മരണത്തിലൂടെ നൽകിയത്. ഹല്ലേലൂയ. ഒരു ക്ഷണം അവൻ നിനക്കും നിങ്ങളുടെ ദൈവവുമായുള്ള അതിർവരമ്പിനെ ഞാൻ ബ്രേക്ക് ചെയ്തിരിക്കുക. അതുകൊണ്ട് വചനം പറയുന്നു, അതുകൊണ്ട് ഇപ്പോൾ ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്തു വരിക. ആമേൻ, 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 ആമേൻ. കൃപാസനത്തോട് അടുത്തു വരിക. ചില മുൻകൂടാരങ്ങൾ പൊളിഞ്ഞാലേ ആമേൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ സാന്നിധ്യം അവൻ നമ്മളിൽ വെളിപ്പെടത്തുള്ളൂ. ചില മുൻകൂടാരങ്ങൾ പൊളിഞ്ഞാലേ അവൻ ദൈവത്തിന്റെ വിശുദ്ധ അവൻ മന്ദിരത്തിന്റെ അവസ്ഥയിലേക്ക് നമുക്ക് കയറി വരാൻ കഴിയത്തുള്ളൂ. ഇന്ന് പകൽക്കാലം സ്വർഗം ആഗ്രഹിക്കുന്നു, ചില മുൻകൂടാരങ്ങൾ പൊളിയട്ടെ. ഹല്ലേലൂയ. ചില മുൻകൂടാരങ്ങൾ പൊളിയട്ടെ. എന്തിനു വേണ്ടി? ദൈവവുമായി അവൻ അടുത്തു വരേണ്ടതിന്, വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി തെളിഞ്ഞു വരേണ്ടതിന് ചില മുൻകൂടാരങ്ങൾ പൊളിഞ്ഞേ പറ്റത്തുള്ളൂ. ഇതെങ്ങനാ പൊളിയുന്നേ? വിശ്വസിക്കുന്ന ദൈവ പൈതൽ യേശുവിൽ വിശ്വസിക്കുമ്പോൾ കർത്താവ് കയറി വാ. ഇടയ്ക്ക് തടസ്സമില്ല. ഹല്ലേലൂയ. ഇടയ്ക്ക് വേറൊരു ആമേൻ മധ്യസ്ഥൻ്റെ ആവശ്യമില്ല. നമുക്ക് കർത്താവിലേക്ക് പ്രാഗൽഭ്യത്തോടെ അബ്ബാ പിതാവേ എന്ന് വിളിച്ച് കയറി ചെല്ലുവാൻ തക്കവണ്ണം പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നമ്മളിലേക്ക് പകർന്നിരിക്കുന്നത്. പക്ഷെ ഇന്നും നാം പോലും അറിയാതെ പലരും പല മുൻകൂടാരങ്ങൾക്കകത്ത് ആമേൻ ഒതുങ്ങിക്കിടക്കുക, മുൻകൂടാരങ്ങൾ തട്ടി നിൽക്കുക. ദൈവത്തിൻ്റെ ഹിതമെന്തെന്ന് തിരിച്ചറിയാൻ പറ്റാതെ മാനുഷിക ചിന്തകളിൽ, ചില മുൻകൂടാരങ്ങളിൽ, മാനുഷിക ഉപദേശങ്ങൾക്കകത്ത് കുടുങ്ങിക്കിട ുന്നവരുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധമ പറയുക, ചില മുൻകൂടാരങ്ങളെ പൊളിച്ചിട്ട് ദൈവത്തിന്റെ കൃപാസനത്തിലേക്ക് കയറി വാ. നിന്റെ വിഷയങ്ങൾക്കുള്ള പൂർണ്ണമായ പ്രതിഫലം, പൂർണ്ണമായ മറുപടി മനുഷ്യന്റെ കയ്യിലല്ല, കർത്താവിന്റെ കയ്യിലാണ്. ചില മുൻകൂടാരങ്ങൾ പൊളിയട്ടെ, ചില മുൻകൂടാരങ്ങൾ പൊളിയട്ടെ. ഇന്ന് പകൽക്കാലം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി തുറന്നു വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നിങ്ങൾ ചോദിക്കും, മുൻകൂടാരം ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം? അത് ഞാൻ പറഞ്ഞു തരാം. എന്താ മുൻകൂടാരം? ചിലരുടെ ലൈഫിനകത്ത് അവൻ ഹല്ലേലൂയ പാപമാണ് മുൻകൂടാരം. ഹല്ലേലൂയ, പാപമാണ് മുൻകൂടാരം. ആമേൻ. എന്താ? ദൈവത്തോട് അടുക്കാതെ വണ്ണം നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റി നിർത്തുന്ന ചിലത് പാപം, അതാണ് മുൻകൂടാരം. ഹല്ലേലൂയ. അത് പൊളിയണം. ഹല്ലേലൂയ. ദൈവഹിതമല്ലാത്ത പ്രവൃത്തി, ദൈവഹിതമല്ലാത്ത ചിന്ത, ദൈവഹിതമല്ലാത്തത് എന്ത് നമ്മുടെ ലൈഫിനകത്തുണ്ടോ അതാണ് മുൻകൂടാരം. ദൈവത്തെക്കാൾ കൂടുതൽ നമ്മൾ എന്തിനെ സ്നേഹിക്കുന്നു അത് നമ്മുടെ മുൻകൂടാരമാണ്. ഇന്ന് പകൽക്കാലം അത് പൊളിയണം. അത് പൊളിഞ്ഞേച്ച് ദൈവവും നിങ്ങളുമായി ഒരു ഡിസ്റ്റൻസ് ഇല്ലാത്ത അളവിലേക്ക് ദൈവത്തോടെ കൃപാസനത്തിൽ അബ്ബാ പിതാവേ എന്ന് പറഞ്ഞ് അവൻ ധൈര്യത്തോടെ കയറി വരത്തക്കവണ്ണം അവൻ ആരുയ പ്രാഗൽഭ്യത്തിലേക്ക് ഇന്ന് പകൽക്കാലം ദൈവജനം കയറി വരട്ടെ. സ്വർഗം നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. പാപത്തിന്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിനകത്ത് മുൻകൂടാരമായി കിടക്കുന്നുണ്ടോ?
ബ്രേക്ക് ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഈ മുൻകൂടാരത്തിൻ്റെ പ്രത്യേകത എന്തെന്നറിയാമോ? നമ്മൾ പിന്നെ ഇവിടെ സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ചട്ടത്തിലും എന്താ പറയുക, അതിനെ നേരത്തെ പ്രീ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന ചില ചട്ടങ്ങളും ക്രമീകരണങ്ങളും ഉണ്ട്. പ്രാർത്ഥിക്കാൻ ഇത്ര സമയം, ആരാധിക്കാൻ ഇത്ര സമയം. ഹല്ലേലൂയ. അതിനപ്പുറം ഒരു സെക്കൻഡ് കൂടത്തില്ല. ഹല്ലേലൂയ, ആമേൻ. പണ്ട് അമ്മ നീട്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ പറയും നീണ്ടു പോകുന്നെന്ന് പറയും. ഹല്ലേലൂയ. ഞങ്ങൾ പ്രാർത്ഥിക്കാനിരുന്നാൽ നമുക്കൊരു ചിട്ടാവട്ടം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഫാമിലി, ഞങ്ങളുടെ മുമ്പ് ഞങ്ങളുടെ കുടുംബത്തിൽ, എൻ്റെ പിതൃകുടുംബത്തിനകത്ത്, ഞങ്ങളുടെ കുടുംബത്തിനകത്ത്, നമ്മുടെ ഇപ്പോഴത്തെ അല്ല, നേരത്തെ. ഹല്ലേലൂയ. ഞാൻ വളർന്നു വന്ന സമയത്ത് 3 പാട്ട്, 3 പേരും ഓരോ അധ്യായം ബൈബിൾ വായന, നമ്മൾ 3 പേരും പ്രാർത്ഥിച്ചിട്ട് ഒന്നുകിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിക്കും. ഇത് നമ്മുടെ മുൻകൂടാരം. അവിടെ നിൽക്കത്തുള്ളൂ. അമ്മയ്ക്ക് പ്രാർത്ഥന കൂടിയാൽ അമ്മ ഇച്ചിരി നേരത്തെ മുതൽ അമ്മ പ്രാർത്ഥിക്കും. അമ്മയ്ക്ക് പ്രാർത്ഥന കൂടിയാൽ നമ്മൾ കമന്നിരുന്ന് ഉറങ്ങും. എന്നിട്ട് പറയും അമ്മ ഭയങ്കര കൂടുതൽ പ്രാർത്ഥിച്ച വിഷയം തന്നെ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ബോറടിക്കുവാണ്, ഉറക്കം വരുവാണെന്നൊക്കെ നമ്മളങ്ങ് പറയും. ഹല്ലേലൂയ. അമ്മ പറയും ഞാൻ നോക്കാം, ചുരുക്കി പ്രാർത്ഥിക്കാൻ നോക്കാം. ഹല്ലേലൂയ. എവിടെ നിന്ന്? ആമേൻ. ഹല്ലേലൂയ. കാര്യം നമ്മൾ ആ ഒരു സിസ്റ്റത്തിനകത്തങ്ങ് സമയത്തിന് നിർത്തണമെന്നേ. ഹല്ലേലൂയ. മുൻകൂടെ നമ്മൾ അവിടെ അതിനെ ഒരു ചിട്ടാവട്ടം വെച്ചേക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനയെ നോക്കിയേ. എന്താ നമ്മുടെ പ്രാർത്ഥന നോക്കിയേ. എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്. പാറ്റേണിലല്ലാതെ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? ഹല്ലേലൂയ. താങ്ക് ഗോഡ്, കുറച്ച് പേരുണ്ട്. ആമേൻ. നമ്മുടെ പ്രാർത്ഥനയുടെ പാറ്റേൺ എന്താ? കർത്താവേ എന്നെ അനുഗ്രഹിക്കണം. വീട്ടിനകത്ത് ആരുടെയൊക്കെയാണ്? മക്കളെ അനുഗ്രഹിക്കണം, അപ്പനെ അനുഗ്രഹിക്കണം, അമ്മയെ അനുഗ്രഹിക്കണം, അമ്മൂമ്മയെ അനുഗ്രഹിക്കണം, ചേട്ടനെ അനുഗ്രഹിക്കണം, ചേച്ചിയെ അനുഗ്രഹിക്കണം. ആമേൻ. പിന്നെ അടുത്ത് നോക്കും, അയൽക്കാരെ അനുഗ്രഹിക്കണം. സ്നേഹമുള്ള അയൽക്കാരെ മാത്രമേ കൊടുക്കത്തുള്ളൂ. അയൽക്കാരെ അനുഗ്രഹിക്കണം. പിന്നെ പിന്നെ ചർച്ചിൽ പാസ്റ്ററോടത്തൊക്കെ സ്നേഹവും ചർച്ചിനോട് സ്നേഹമുണ്ട്, ചർച്ചിനെ അനുഗ്രഹിക്കണം. ഇങ്ങനെ കുറങ്ങി. അല്ല, നമ്മൾ എഴുതി വെച്ചിരുന്ന ഒരു ലിസ്റ്റ് ഉണ്ട്. എനിക്കുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് പറയുന്നത്. ഒരു ലിസ്റ്റ് ഉണ്ട്. ചെന്നിരിക്കുമ്പോൾ തുടങ്ങും പ്രാർത്ഥന. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ആമേൻ, ഹല്ലേലൂയ, ഞങ്ങൾ ഇന്ന വിഷയത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. അടിയനെ തരുന്നു, ആരോഗ്യത്തെ തരണം, ശുശ്രൂഷയ്ക്ക് ശക്തിപ്പെടുത്തണം, പിള്ളേരെ അനുഗ്രഹിക്കണം, അനുഗ്രഹമായി വളരണം. എൻ്റെ പ്രാർത്ഥന ഞാൻ പറയുന്നത് ഇപ്പോഴല്ല, അന്നത്തെ. ഹല്ലേലൂയ. പിള്ളേരെ അനുഗ്രഹിക്കണം. അവരെ കർത്താവ് ശ്രദ്ധിച്ചോണം, നല്ലതായിട്ട് വളരാൻ സഹായിക്കണം. ആൺപിള്ളേരാണ്, തെറ്റിപ്പോവരുത്. കർത്താവിൻ്റെ കൃപയിൽ വളരണം. തന്നെ അച്ഛനും അമ്മയും അവിടുത്തെ അമ്മയും പപ്പയൊക്കെ തരുന്നു. കർത്താവ് അനുഗ്രഹിക്കണം. സൗഖ്യത്തോടെ സൂക്ഷിക്കണം. ചർച്ചിനായി പ്രാർത്ഥിക്കുന്നു. 2 ചർച്ചകളെ കർത്താവിൻ്റെ ഈ 2 ചർച്ച അതിന് ശേഷമല്ല, അതിന് മുന്നേ ഉള്ള പ്രാർത്ഥന. കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് ഈ പാറ്റേൺ കറക്റ്റ് സമയത്ത് തീരും. എത്ര സമയത്ത് തീരും? പ്രാർത്ഥന കറക്റ്റ് സമയത്ത് തീരും. അതിനപ്പുറം പോകത്തില്ല. കൂടിപ്പോയൊരു 2 മിനിറ്റ്, ഇടയ്ക്ക് 1-2 സെൻറ്റൻസ് കൂടുതൽ വന്നാൽ അതിനപ്പുറം പ്രാർത്ഥന പോകത്തില്ല. ഇന്നിങ്ങനെ പ്രാർത്ഥന ഉള്ളവരുണ്ടെങ്കിൽ പാറ്റേൺ പൊളിച്ചെഴുതണം. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ പാറ്റേൺ പൊളിച്ചെഴുതാം. കാരണം നമ്മൾ ഇന്ന് മുൻകൂടാരത്തിൽ നിൽക്കുക. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് എല്ലായിടത്തും പോകുമ്പോൾ ആത്മാവിൽ അങ്ങ് പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റിയെന്ന് വരത്തില്ല. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും, ഞാൻ ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ ചോദിക്കും, ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കേണ്ട എവിടെയാ? സഭയ്ക്കകത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം സഭയുടെ ഹല്ലേലൂയ ടൈമിങ് ഇങ്ങനെയാണ്. ഇത്ര മണിക്ക് കഥാവിൻ്റെ അഭിഷേകം, ഇത്ര മണിക്ക് പവർഷിപ്പിന് സമയം കൊടുക്കണം. അപ്പോൾ നമ്മൾ ആ 10 മിനിറ്റിനുള്ളിൽ നമുക്ക് തരുന്ന വിഷയങ്ങൾ പരിശുദ്ധാത്മ പ്രേരിപ്പിക്കുന്നത് പോലെ എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ച് നിർത്തണം. ഹല്ലേലൂയ. അവിടെ ബുദ്ധി കൊണ്ടുള്ള പ്രാർത്ഥനയാണ്. പക്ഷേ ശരിക്കും പൂർണ്ണതയുള്ള പ്രാർത്ഥന വെളിപ്പെടുന്നത് ഹല്ലേലൂയ അവിടെ അല്ല. ശരിക്കും നമ്മൾ എന്ത് ചെയ്യണം? ആത്മാവിൽ വിട്ടുകൊടുത്ത് സമയം പരിധി വെക്കാതെ പ്രാർത്ഥിക്കണം എന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് ബുദ്ധി കൊണ്ടുള്ള പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ആമേൻ, ഹല്ലേലൂയ. പിന്നെ വല്ലാതെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഞാൻ ആ വിഷയങ്ങൾ വിടുന്നു, എനിക്കത് അങ്ങോട്ട് തിരിയാൻ സമയമില്ലാത്തത് കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് 1-2 കാര്യം കൂടെ പറഞ്ഞ് വേഗം തീർത്താം. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചേ. നമ്മൾ എപ്പോഴും ബുദ്ധിക്കകത്ത് നിൽക്കുന്നെങ്കിൽ മുൻകൂടാരത്ത് നിൽക്കുക. ആമേൻ. ആരാധിക്കുന്ന സമയത്ത് ഹല്ലേലൂയ ആരാധനയ്ക്കൊരു ലിമിറ്റ്. ഹല്ലേലൂയ. ഇത്ര മണിക്ക് ആരാധനയ്ക്കാണ്, ഇത്ര മണിക്ക് ആരാധന തീർന്നിരിക്കണം. ഇത്ര മണിക്ക് ഇതുപോലെ ഞാൻ പ്രാർത്ഥിക്കും, ഇതുപോലെ പ്രസംഗിക്കണം, ഇതുപോലെ ചെയ്യാവുള്ളൂ എന്നൊക്കെ നമ്മൾ പലതിനും അതിർവരമ്പ് വയ്ക്കാം. മുൻകൂടാരങ്ങൾ പൊളിയണം. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യത്തിൻ്റെ മുൻപിൽ വിട്ടുകൊടുത്താൽ കർത്താവ് നമ്മളിൽ പ്രവർത്തിക്കാൻ തുടങ്ങും.
ഹല്ലേലൂയ. കാരണം ദൈവം നമ്മളുമായൊരു തലത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ അതിനിടയ്ക്ക് അവൻ നിൽക്കുന്ന പാസ്റ്ററോ സിസ്റ്ററോ ഒന്നും വിഷയമല്ല. അവിടെ നിങ്ങൾ പറയുന്നത് സ്വർഗത്തിലെ കർത്താവും കേൾക്കുന്നത് നിങ്ങളുമായിരിക്കും. അതിനകത്ത് വെളിപ്പെടുന്ന ആത്മറലം മാനുഷികമായിരിക്കത്തില്ല. അത് സ്വർഗത്തിൽ നിന്ന് ദൈവം നിങ്ങളിലേക്ക് ഡയറക്റ്റ് ഇറങ്ങി വരുന്നത് പോലെ ദൈവിക ദൂതുകൾ ദൈവം നിങ്ങളിലേക്ക് കൈമാറുവാനിടയായിത്തീരും. അതുകൊണ്ട് കേൾക്കാനിരിക്കുമ്പോൾ മനുഷ്യനിൽ നിന്ന് കേൾക്കരുത്, കേൾക്കാനിരിക്കുമ്പോൾ കർത്താവിൽ നിന്ന് കേൾക്കണം. വചനം കേൾക്കാനിരിക്കുമ്പോൾ ഇനി എനിക്കിട്ട് എന്താ പണിയാൻ പോകുന്നത് ചിന്തിച്ചിരിക്കരുത്. കർത്താവിന് എന്നോട് എന്താ സംസാരിക്കാനുള്ളത് അതെന്റെ ചെവിയിൽ കൃത്യമായി വീഴണം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ ഇടപെടാൻ തുടങ്ങിയ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി തന്നെ ഓപ്പൺ ആകും. അതിനെ തടയുവാൻ ലോകത്തിന് കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം സ്വർഗം ആഗ്രഹിക്കുന്നു നിങ്ങളിൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴികൾ ഓപ്പൺ ആകട്ടെ. ഹല്ലേലൂയ. അവൻ ജഡത്തിലും മുൻകൂടാരത്തിലും തട്ടി നിൽക്കുന്ന പ്രാർത്ഥനകളും ആത്മീയ ജീവിതങ്ങളും മാറട്ടെ. അവൻ മുൻകൂടാരങ്ങളെ പൊളിച്ചുകൊണ്ട് വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴികൾ ഇന്ന് പകൽക്കാലം ഓപ്പൺ ആകട്ടെ. ആമേൻ. ഒന്ന് പാപം തടയും. രണ്ട്, നമ്മളായിട്ട് കണക്ക് കൂട്ടി വെച്ചിരുന്ന ചില ചിട്ടവട്ടങ്ങൾ. ഇവിടെ അവൻ പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്നത് പുരോഹിതൻ അവൻ വിശുദ്ധ സ്ഥലത്ത് പോകും, ജനം പ്രകാരത്തിൽ നിൽക്കുക, അതിനകത്തുനിന്ന് മേളിലോട്ടൊരു പ്രവേശനമില്ല. പക്ഷെ യേശു കർത്താവ് പറയുക പുരോഹിതന്മാരുടെ സിസ്റ്റത്തെ പൊളിച്ചുകൊണ്ട് തിരശ്ശീലെ രണ്ടായി പിളർന്നുകൊണ്ട് എന്നിലൂടെ നിനക്ക് വേണ്ടി കൃപാസനത്തിലേക്ക് ഒരു വഴി തുറന്നു വെച്ചേക്കുക. ഇന്ന് പകൽക്കാലം എത്ര പേർ പറയും കർത്താവേ എന്റെ മുൻകൂടാരങ്ങളെ പൊളിച്ച് എനിക്ക് ദൈവ സാന്നിധ്യത്തിലേക്ക് കയറി വരത്തക്കവണ്ണം പൂർണ്ണ പ്രാഗൽഭ്യം എന്റെ ലൈഫിനകത്ത് തരണമേ. ഈ മുൻകൂടാരം പൊളിയണമെങ്കിൽ പാസ്റ്റർ വിചാരിച്ച പോലെ നമ്മൾ തന്നെ വിചാരിക്കണം. അത് കർത്താവ് മാത്രം വിചാരിച്ച പോലെ നമ്മൾ തന്നെ വിചാരിക്കണം. മുൻകൂടാരങ്ങൾ പൊളിയണം. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിലേക്ക് അടുത്ത് വരണം. അല്ല, ഇനി മുൻകൂടാരം ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം? എങ്ങനെ അറിയാം? ഹല്ലേലൂയ. അതിന് തൊട്ടടുത്ത വാക്യം കൂടെ വായിച്ചാൽ മതി. 9ാമത്തെ വാക്യം കൂടെ വായിച്ചാൽ അവിടെ ഇങ്ങനെ പറയുന്നു, ഈ കൂടാരം ഈ കാലത്തേക്ക് ഒരു സദൃശ്യം അത്ര എന്ന് വെച്ചാൽ മുൻകൂടാരം അന്ന് മാത്രമല്ല ഉള്ളേ, ഇന്നും. എന്നെ കേൾക്കുന്നോ? കേൾക്കുന്നവർ മാത്രം കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ. കരങ്ങൾ. ഹല്ലേലൂയ. മുൻകൂടാരം അന്ന് മാത്രമല്ല ഉള്ളേ, ഇന്നും ഉണ്ട്. അന്ന് മുൻകൂടാരം എന്തിനു സമ്മതിക്കത്തില്ലായിരുന്നു? ജനത്തെ ദൈവത്തിന്റെ അടുക്ക പോവാൻ സമ്മതിക്കത്തില്ലായിരുന്നു. ഇന്നും അങ്ങനെ തന്നെ. ഹല്ലേലൂയ. ഈ മുൻകൂടാരം ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം? അതവിടെ പറയുന്നത് ആമേൻ. അതിന് ഒത്തവണ്ണം ആരാധനക്കാരന് മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാടും യാഗവും അർപ്പിച്ചു പോരുന്നു. അപ്പൊ ആരാധനയ്ക്ക് വന്നേച്ച് നിങ്ങൾ പോയാൽ എങ്ങനായിരിക്കണം? നിങ്ങളുടെ ഹൃദയത്തിന് പൂർണ്ണ സമാധാനം ഉണ്ടാകണം. ആമേൻ. പൂർണ്ണ സമാധാനം ഉള്ളത്തിനകത്തുണ്ടായില്ലെങ്കിൽ നമ്മൾ അവൻ വിശുദ്ധ മന്ദിരത്തിലൂടെ നേരാം വണ്ണം ആരാധിച്ചിട്ടില്ല. എൻ്റെ കൂടെ ഉണ്ടോ? ഹല്ലേലൂയ. ആരാധനയ്ക്ക് വരുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ആ ദൈവിക സാന്നിധ്യമായി കൂടിച്ചേരുന്നൊരു സന്തോഷം വരുന്നില്ലെങ്കിൽ നിങ്ങളുടെ മുൻകൂടാരം പൊളിഞ്ഞിട്ടില്ല. മുൻകൂടാരം പൊളിഞ്ഞിട്ടില്ല. എവിടൊക്കെയോ ചില മുൻകൂടാരങ്ങളുണ്ട്. നിങ്ങളുടെ മുൻപിലുള്ള മുൻകൂടാരം എന്തെന്ന് അവൻ നിങ്ങൾ തന്നെ തിരിച്ചറിയണം. എൻ്റെ മുൻപിൽ ഞാൻ ദൈവത്തോട് അടുക്കാതെ വണ്ണം, ദൈവം എന്നോട് പറയുന്ന കാര്യങ്ങൾ എന്നിലേക്ക് യഥാവിധം എത്താതെ വണ്ണം എന്നെ തടയുന്ന മുൻകൂടാരം എന്ത് എന്ന് ഞാനാണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ വിചാരിക്കരുത് എനിക്ക് ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാത്തതിന്റെ റീസൺ പാസ്റ്റർ പറഞ്ഞു തരണം. നിങ്ങൾ അയ്യോ പിണങ്ങിയ. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ മുൻകൂടാരം എന്താ? പാപമാണോ? പൊളിച്ചു കളയുക. ആമേൻ. ചില ചിന്താഗതികളാണോ? പൊളിച്ചു കളയുക. ഹല്ലേലൂയ. മനസ്സിൽ കിടക്കുന്ന എന്തെങ്കിലും ചിന്താഗതികളാണോ? പൊളിച്ചു കളയുക. വരുന്നത് ദൈവ സന്നിധിയിലാണോ? നിങ്ങൾ ആരാധന കഴിയുമ്പോൾ നിങ്ങളുടെ മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വന്നിരിക്കണം. ഇല്ലെങ്കിൽ പറയും കർത്താവേ എന്റെ ജീവിതത്തിൽ എവിടെയോ മുൻകൂടാരമുണ്ട്, അത് പൊളിഞ്ഞേ മതിയാകത്തുള്ളൂ. ഞാൻ വന്നത് അങ്ങയെ ആരാധിപ്പാന്, പ്രാകാരത്തിൽ നിന്നേച്ചു പോകാനല്ല. ക്രിസ്തുവിലൂടെ അവൻ എനിക്ക് വേണ്ടി തുറന്നു കിടക്കുന്ന ആ വിശുദ്ധ വഴിയിലൂടെ
പോലെ ദൈവത്തിന്റെ വിശുദ്ധ സ്ഥലത്തിലേക്ക് കയറി ആരാധിച്ച് പൂർണ്ണ സമാധാനം വരത്തക്കവണ്ണം എന്നിൽ ആ ദൈവ സാന്നിധ്യം വെളിപ്പെടണം. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ മുൻകൂടാരം ഉണ്ടെന്ന് തിരിച്ച് നിങ്ങൾ ഒരു ആരാധനയ്ക്ക് നിങ്ങൾ ഈ വിഷമവും കൊണ്ട് വന്നിട്ട് അതും വെച്ചോണ്ടിരുന്നാൽ വരുന്ന ദൂതെല്ലാം അവിടെ തട്ടിയിട്ട് പോവും. ഹല്ലേലൂയ. വരുന്നത് കർത്താവിന്റെ സന്നിധിയായി വിഷമത്തെ അങ്ങ് ഇട്ടേച്ചിരുന്നാൽ അവൻ കിട്ടുന്ന ദൂത് നമുക്ക് അനുഗ്രഹമായിരിക്കും. ഹല്ലേലൂയ. വരുന്നത് കർത്താവിന്റെ പാദപീഠത്തിൽ പാപം ഞാൻ മാറ്റുക, ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞ് ദൈവസന്നിധി യഥാസ്ഥാനപ്പെട്ടിരുന്നാൽ വരുന്ന ദൂത് നമുക്ക് ബ്ലെസ്സിംഗ് ആയിരിക്കും. കാരണം ദൈവ സാന്നിധ്യത്തിനകത്ത് വിശുദ്ധ സ്ഥലത്തകത്ത് കേറേണ്ടതുപോലെ കേറിയവൻ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. ആമേൻ. കേറേണ്ടതുപോലെ കേറിയാൽ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. രണ്ടുദാഹരണം പറഞ്ഞു തരാം. ഒന്ന് അഹരോന്റെ വടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് അഹരോന്റെ വടി. അഹരോന്റെ വടിയുടെ പ്രത്യേകത എന്തുവാ? ഈ വടി ആമേൻ എല്ലാവരും തള്ളപ്പെട്ടതാ, കുറ്റപ്പെടുത്തിയതാ. ആമേൻ ഹല്ലേലൂയ. കൊള്ളുകയില്ലെന്ന് പറഞ്ഞതാ. പക്ഷെ കർത്താവ് പറഞ്ഞു കൊണ്ടുവാ, കേറേണ്ടതുപോലെ വിശുദ്ധ ആമേൻ ഹല്ലേലൂയ മന്ദിരത്തിനകത്തേക്ക്, കൃപാസനത്തിൻ്റെ അകത്തേക്ക് ഈ വടി ഒന്ന് കയറിയപ്പോ വടി തളിർത്തന്നേ, വടി ഹല്ലേലൂയ പൂത്തന്നേ, വടി കായ്ച്ചു, ഫലം കായ്ച്ചെന്ന്. ഇന്ന് നീ ദൈവസന്നിധിയിൽ നിന്നിട്ട് നിനക്ക് ഫലം കായ്ക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിനക്ക് ദൈവമായിട്ട് അടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നീ കൈയടിച്ചത്, നീ പ്രാർത്ഥിച്ചത്, നീ ആരാധിച്ചതും, നീ എന്തൊക്കെയോ ചെയ്തതും വെറുതെയാ. നിനക്ക് ദൈവവുമായി ബന്ധമില്ലായിരുന്നു. ദൈവവുമായി ദൈവമുള്ള ബന്ധത്തിനകത്ത് നിങ്ങൾ ദൈവസന്നിധി ഇരുന്നിട്ടുണ്ടോ? ഫലം കായ്ക്കാൻ വേണ്ടത് ദൈവമുള്ള ബന്ധമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫലം കായ്ക്കണോ ദൈവമുള്ള ബന്ധത്തിനകത്ത് ഇരിക്കുക. ഇനി ഫലം കായ്ക്കത്തില്ല. ആമേൻ, ഹല്ലേലൂയ. അഹരോന്റെ വടി തളിർക്കാൻ കാര്യം എന്താ? പൂക്കാനും കായ്ക്കാനും ഫലം കായ്ക്കാനും കാരണം എന്താ? ഒറ്റ കാര്യം, ഇരിക്കേണ്ടതുപോലെ ദൈവ സാന്നിധ്യത്തിനകത്ത് ഒന്നിരുന്നു കൊടുത്തു. ഹല്ലേലൂയ. അതിനെ കൊണ്ടുവച്ച മോശയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. ആമേൻ. അവൻ മറ്റൊരു സിസ്റ്റത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന സ്ഥലത്തിനകത്ത് നിനക്ക് വിടുതൽ പ്രാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിന്റെ ലൈഫിനകത്ത് നീയും ദൈവമായി അകറ്റിക്കളയുന്ന ഏതോ മുൻകൂടാരം നിൽപ്പുണ്ട്. പൊളിച്ചു കളയ. ഈ ദിവസങ്ങൾ സ്വകരം ആഗ്രഹിക്കുന്നത് ഫലമില്ലാത്തവരായി നിൽക്കാനല്ല, ഫലമുള്ളവരായി ദൈവരാജ്യത്തിനോട് പ്രയോജനപ്പെടുവാൻ സ്വർഗം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുമ്പോ ഇന്ന് പകൽക്കാലം പറയും, സ്വർഗമേ ഞാനും ദൈവമായി അകറ്റിക്കളയുന്ന ദൈവത്തിൽ നിന്ന് വിടുതൽ പൂർണ്ണതയോടെ അനുഭവിക്കാൻ കഴിയാതെ തടസ്സപ്പെടുത്തുന്ന മുൻകൂടാരത്തെ ഒന്ന് പൊളിക്കണമേ. പറയാ ഈ ആഗ്രഹം വരണം. ദൈവത്തിന്റെ സമൃദ്ധി, ദൈവിക നന്മ, ദൈവത്തിന്റെ തളിർപ്പ്, ദൈവത്തിന്റെ പച്ചപ്പ് നമ്മളിലേക്ക് വരണമെങ്കിൽ ഈ ആഗ്രഹം വരട്ടെ. ഇരുന്ന് കൊടുക്ക ദൈവ സാന്നിധ്യത്തിനകത്ത്. ഇതിനകത്ത് മനസ്സോടെ ഇരുന്ന് കൊടുത്ത ഒരു വ്യക്തി പോലും നന്മ പ്രാപിക്കാതെ പോയിട്ടില്ല. ആമേൻ, ഹല്ലേലൂയ. ഇതിനകത്ത് ദൈവസന്നിധിയിൽ നിന്നിട്ടുള്ള ഒരു വ്യക്തി പോലും, അതിന് ആരില്ലെന്ന് പറഞ്ഞാലും നിങ്ങൾക്കുള്ള തെളിവ് ഉൾപ്പെടെ ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ കുടുംബ ആലയത്തിനകത്ത് ദൈവ സാന്നിധ്യത്തിനകത്ത് വന്നിട്ട് അനുഗ്രഹിക്കപ്പെട്ടെന്നതിന് ഞാൻ നിങ്ങളുടെ ലൈഫ് വെച്ചിട്ട് തെളിവ് തരാം. കാരണം ദൈവ സാന്നിധ്യത്തിനകത്ത് ഇരുന്ന് കൊടുത്തിട്ടുള്ളവരെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. അതിന് നീ ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ലെന്നാകത്തില്ല. ദൈവം ആമേൻ വർദ്ധിപ്പിക്കുന്ന ദൈവം, ദൈവം വളർത്തുന്ന ദൈവം, ദൈവം അനുഗ്രഹിക്കുന്ന ദൈവം. ഇരിക്കേണ്ട രീതിയിൽ ദൈവസന്നിധിയിൽ ഇരുന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പൂർണ്ണ മനസാക്ഷിയോടെ ചോദിക്കുക, നിങ്ങൾ ഈ ദൈവ സാന്നിധ്യത്തിനകത്ത് വന്നിട്ട് എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ലെന്നുള്ള അവൻ വരെ ഒന്ന് ദയവ് ചെയ്ത് കൈ ഉയർത്തി കാണിച്ചേ. എനിക്ക് ഒന്നും കിട്ടിയില്ലെന്നുള്ളവര് ഇന്നു വരെ വർഷങ്ങളായി വന്നിട്ട് ഇപ്പൊ പറയണം, ഇല്ല ഇനി മേലെ പറയാതിരിക്കണം. ഹല്ലേലൂയ. ഞാൻ ദൈവ സന്നിധി വന്നിട്ട് എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല, ചുമ്മാതെ വർഷങ്ങൾ അവൻ ഇതിനകത്ത് വന്ന് നിന്നതാന്ന് പറയുന്ന ആരേലും ഉണ്ടോ ഇതിനകത്ത്? ഹല്ലേലൂയ. എനിക്ക് ഉറപ്പാ. കാരണം വിടുതൽ ഞങ്ങളുടെ കയ്യിലല്ല.
ഇതിനകത്ത് ഇറങ്ങുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. അനുഭവിച്ചവരും കണ്ടവരും ഒക്കെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അനുഭവിച്ചവരും ആമേൻ പ്രാപിച്ചവരും ഒക്കെ പറയുന്നുണ്ട് ദൈവം മാനിച്ചിട്ടുണ്ടെന്ന്. ഒരു ചെറിയ വിടുതലെങ്കിലും തരാതെ എൻ്റെ ദൈവം നിങ്ങളെ അയക്കത്തില്ല. കാരണം ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം വിശ്വസ്തനാ. ലോകത്തിനെ അല്ല നിങ്ങൾക്ക് ഞങ്ങൾ പരിചയപ്പെടുത്തി തരുന്നത്, ഞങ്ങളെ അല്ല ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്, ഞങ്ങളുടെ ദൈവത്തെയാ, ദൈവത്തിന്റെ വിലയേറിയ സാന്നിധ്യത്തെയാ. ദൈവ സാന്നിധ്യത്തെ ഞങ്ങൾ തടഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇതിനകത്ത് നിന്നവരെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും നീ ഉറപ്പോടെ നിൽക്ക. ഇനിയും നിൽക്ക് ദൈവസന്നിധിയിൽ. നിൽക്കേണ്ടതുപോലെ നിൽക്ക്. മുൻകൂടാരങ്ങളെ പൊളിച്ചിട്ട് നിൽക്ക്. ദൈവം നിന്നെ മാനിക്കട്ടെ. ആമേൻ. ഇനി ഞാനൊന്ന് പറയാം, ഇതിനകത്ത് നിൽക്കുന്നതോ നിന്നതോ ആയിട്ടുള്ള ആരേലും നിങ്ങളുടെ അടുക്കൽ വന്നിട്ട് അവർക്കൊന്നും അനുഗ്രഹം കിട്ടിയില്ലെന്ന് പറയുകയാണെങ്കിൽ ഒറ്റ കൈ പിടിച്ചിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ മതി. അവർക്ക് മറന്നു പോയിട്ടുണ്ടാവും ദൈവം കൊടുത്ത അനുഗ്രഹങ്ങൾ. ഞാൻ അവർക്ക് വ്യക്തമായി പറഞ്ഞു കൊടുക്കാം. കാരണം എനിക്ക് ഇതിനകത്തുള്ള ഏകദേശം 90% വ്യക്തികൾക്ക് വേണ്ടി എനിക്കറിയാവുന്ന സകല വിഷയങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചതും മറുപടിയായതും എനിക്ക് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ട് ഞാൻ പറയും, ഇത് ഒരു പാസ്റ്റർ ചർച്ചല്ല, ഇത് ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന സ്ഥലമാണ്. നിങ്ങൾ ഇരിക്കുന്ന ഒരു മനുഷ്യന്റെ മുമ്പിലല്ല, കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങുന്നിടത്ത്. നിന്റെ മുൻകൂടാരം പൊളിഞ്ഞിട്ടുണ്ടോ? നീ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടോ? ഇന്ന് പകൽക്കാലം നിൽക്കുന്നവരോട് പറയാം, നിങ്ങളെ ഇനിയും അനുഗ്രഹിപ്പാൻ എന്റെ ദൈവം വിശ്വസ്തൻ. ആമേൻ, 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 ആമേൻ. ഇനി ആരും അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ, ഒന്നും കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞാൽ വിളിച്ചോണ്ട് വാ, ഞാൻ പറഞ്ഞു തരാം ബാക്കി. ഹല്ലേലൂയ. കാരണം നിൽക്കുന്നത് മനുഷ്യന്റെ മുമ്പിലല്ല. ആമേൻ. നിൽക്കുന്നത് ദൈവ സാന്നിധ്യത്തിനകത്ത്. അഹരോന്റെ വടി, ആമേൻ. വടി വേറെ 11 ഉണ്ടായിരുന്നേ. വടി വേറെ 11 ഉണ്ടായിരുന്നു. ഒന്നും സംഭവിച്ചില്ല. ഇരിക്കേണ്ടതുപോലെ ഇരുന്ന്, നിൽക്കേണ്ടതുപോലെ നിന്ന വടിയുടെ മേൽ യഥാസമയം വേണ്ടുന്ന തളിർപ്പ് വെളിപ്പെട്ടതുപോലെ ഇനിയും ഇതിനകത്ത് നിൽക്കുന്നവരുണ്ടാകാം. ഞാൻ പറയും, കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടിരിക്കും. നിങ്ങൾക്ക് കാലതാമസമുണ്ടെന്ന് പറഞ്ഞാലും ഞാൻ 100 അല്ല 200% ഗ്യാരണ്ടി തരാം. ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ ദൈവം വിശ്വസ്തനായതുകൊണ്ട് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റുവാൻ, നിങ്ങളുടെ ഞെരുക്കങ്ങളെ മാറ്റുവാൻ, നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത് വിടുതൽ തരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ ദൈവം വിശ്വസ്തനാണ്. എനിക്ക് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് പറയുന്നേ, നിൽക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കും. മുൻകൂടാരം പൊളിച്ചേച്ച് നിൽക്കുക. ആരെങ്കിലും പറയുന്ന വാക്കുകളും വഴിയിൽ നിന്ന് കിട്ടുന്നതിനൊക്കെ തലയിലെടുത്ത് വെച്ചോണ്ട് നിൽക്കാതെ, കർത്താവേ നിൽക്കുന്നത് മനുഷ്യന്റെ മുമ്പിലല്ല, അങ്ങയുടെ സാന്നിധ്യത്തിന്റെ മുൻപിലാ എന്ന് പറഞ്ഞ് അങ്ങയുടെ തിരുമുഖത്തെ എനിക്ക് പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ തിരുനിവാസത്തിലേക്ക് അബ്ബാ പിതാവേ എന്ന് വിളിച്ച് കയറി വരുവാൻ എന്നെ പ്രാഗൽഭ്യമുള്ള വ്യക്തിയാക്കി തീർക്കണമേ. പറയൂ, സ്വർഗം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുക. മുൻകൂടാരങ്ങളെ പൊളിച്ചിട്ട് പുറത്തു വാ. മുൻകൂടാരങ്ങളെ വിട്ട് ഒരു പടി കാൽ മുന്നോട്ട് വെക്ക്. ആരാധന കഴിഞ്ഞു പോകുമ്പോൾ ദൈവ സാന്നിധ്യം അനുഭവിച്ചിരിക്കണം. ആരാധന കഴിഞ്ഞു പോകുമ്പോൾ കൊണ്ടുവന്ന വിഷയങ്ങൾക്ക് വിടുതൽ, അവൻ ഭാരത്തിനകത്ത് ആശ്വാസം ഉണ്ടായിരിക്കണം. ഇല്ലേ പറയൂ, മുൻകൂടാരമുണ്ട്. ഇന്ന് പകൽക്കാലം പറയും, എന്നാൽ പൊളിക്കാൻ പറ്റുന്നില്ല പപ്പ. അവൻ ഞാൻ ഏൽപ്പിച്ചു തരിക എൻ്റെ മുൻപിലുള്ള മുൻകൂടാരത്തെ. അങ്ങയുടെ സാന്നിധ്യത്തെ അറിയാൻ കഴിയാത്ത വിധം എന്നെ അങ്ങയിൽ നിന്ന് അകറ്റുന്ന മുൻകൂടാരങ്ങളെ പൊളിച്ച് എന്നെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തണമേ. എന്ത് ചെയ്യണം? യഥാസ്ഥാനപ്പെടുത്തണം. ദൈവ സാന്നിധ്യത്തിനകത്ത് യഥാസ്ഥാനപ്പെടുത്തണം. സ്വർഗം നിങ്ങളെ സന്ദർശിക്കാൻ പോവുക. ചില മുൻകൂടാരങ്ങൾ പൊളിയട്ടെ. ആമേൻ. മുൻകൂടാരം പൊളിഞ്ഞിട്ടുണ്ടോ? വിടുതൽ വന്നിട്ടുണ്ട്, വിടുതൽ വരും. മുൻകൂടാരം വെച്ചോണ്ടിരുന്നാൽ ഹല്ലേലൂയ. എനിക്കൊരു കാര്യമുണ്ട്, ഞാൻ പ്രാർത്ഥിച്ച കർത്താവ് എനിക്ക് വേണ്ടി ചിലത് ചെയ്യും. അത് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലേലും എനിക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇല്ലേ കർത്താവിനറിയാം ഞാൻ പരിഭവം പറയുമെന്ന് കർത്താവിനോട്. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി ചിലത് ചെയ്യും കർത്താവ്. നിങ്ങളത് അംഗീകരിച്ചാലും ഇല്ലേലും ഞാൻ പറയും ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ ചോദിക്കും, എന്തും ഇത്ര പ്രാഗൽഭ്യത്തോടെ പറയുന്നത്? എനിക്ക് എൻ്റെ കർത്താവിന് നല്ല പോലെ അറിയാമെന്നുള്ളതുകൊണ്ടാണ്. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തേ. ചില മുൻകൂടാരങ്ങൾ പൊളിയട്ടെ.
ആമേൻ. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്കുള്ള വഴി വെളിപ്പെട്ട് വരട്ടെ. കർത്താവ് പറയും, നിങ്ങൾ ദൈവ സാന്നിധ്യം വെളിപ്പെട്ടില്ലേ, നിങ്ങൾക്ക് ഇതുവരെ ഒന്നും സംഭവിച്ചില്ല, മുൻകൂടാരം പൊളിഞ്ഞിട്ടില്ല, നന്ന പോലെ ഇരിക്കുക, ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുക. സ്വർഗം ചിലത് ചെയ്യാൻ. ഒരു നിമിഷം കണ്ണുകളെ മൂടാമോ? ദൈവസ്ഥാനം എഴുന്നേറ്റ് നിൽക്കാമോ? ഇന്ന് പകൽക്കാലം പറഞ്ഞു, എനിക്ക് പറയാനുള്ള ഒത്തിരി കാര്യമുണ്ട്. ഞാൻ പകുതി ഇച്ചിരിയേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അതിനകത്ത് ഒറ്റ കാര്യം, ദൈവസ്ഥാനിൽ നിന്ന് സമാധാനം പൂർണ്ണ മനസ്സാക്ഷിയോടെ പോകാൻ പറ്റിയില്ലയോ? മുൻകൂടാരം നിൽപ്പുണ്ട്. ഇന്ന് പകൽക്കാലം പറഞ്ഞ സ്വർഗമേ ആ മുൻകൂടാരത്തെ പൊളിക്കണം. എനിക്ക് ദൈവിക നന്മ വരണം, എനിക്ക് ദൈവിക അനുഗ്രഹത്തെ, അങ്ങയുടെ സന്നിധി നിൽക്കുന്നവർക്ക് വേണ്ടി വെളിപ്പെടുന്ന ദൈവിക സമൃദ്ധിയെ, ദൈവിക അനുഗ്രഹത്തെ സ്വർഗം അവിടെ നിന്ന് പകരുമാറാകണമേ. ഇന്ന് പകൽക്കാലം നിങ്ങൾ ഇരിക്കുന്നത് മുൻവിധിയോടെയോ മുൻകൂടാരത്തിൻ്റെ അപ്പുറയോ ആയിരിക്കരുത്. യേശുവിലൂടെ മുൻകൂടാരത്തെ പൊളിച്ച് നമുക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നിട്ടിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം പറഞ്ഞ കർത്താവേ, വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രാഗൽഭ്യത്തോടെ കയറുവാൻ അവൻ എന്നെ സഹായിക്കണമേ, എന്നെ സഹായിക്കണമേ. ചില മുൻകൂടാരങ്ങൾ പൊളിയട്ടെ, ചില മുൻകൂടാരങ്ങൾ പൊളിയട്ടെ. വിശുദ്ധ സ്ഥലത്തേക്ക്, ദൈവിക അനുഭവത്തിലേക്ക് ആത്മാവിനെ നടത്തപ്പെടുന്ന ഹല്ലേലൂയ ഒരു ദൈവിക വഴിയിലേക്ക് ദൈവജനം കയറി വരട്ടെ. കർത്താവേ, ഞാൻ ഈ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇവർ വന്നിരിക്കുന്ന ഒരു മനുഷ്യനെ കാണാനല്ല, ആമേൻ, സമയം ചെലവിടാനല്ല പപ്പ. അവർ വന്നത് അങ്ങയുടെ സാന്നിധ്യത്തിനകത്ത്. അവർ കർത്താവേ ആലയം വിട്ട് ഓരോ മീറ്റിംഗ് കഴിഞ്ഞിറങ്ങുമ്പോൾ അവരെന്ത് വിഷയത്തോടെ വന്നാലും ആരാധനക്കാരന് മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം പ്രാപിക്കേണ്ടതിന് ആമേൻ ഹല്ലേലൂയ വഴിപാടുകളെ, സ്തോത്രങ്ങളെ, യാഗങ്ങളെ ആമേൻ കർത്താവ് സ്വീകരിക്കാൻ ഇറങ്ങി വരുന്നത് പോലെ ആമേൻ ഹല്ലേലൂയ അവൻ എന്ത് വിഷയത്തോടെ വരുന്നു അതിനെ അവിടെ നിന്ന് സ്വീകരിച്ച് അവരിലേക്ക് പൂർണ്ണ സമാധാനം ദൈവിക നന്മകളെയും ദൈവിക അനുഗ്രഹങ്ങളെയും വർഷിപ്പിക്കണമെന്ന് ഇന്ന് പകൽക്കാലം ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവ സാന്നിധ്യത്തിനകത്ത് കയറി വരുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ചില മുൻകൂടാരങ്ങൾ പൊളിയട്ടെ കർത്താവേ. ദൈവത്തിൻ്റെ നന്മയും ദൈവിക അനുഗ്രഹവും ദൈവിക സമൃദ്ധിയും ദൈവജനത്തിൻ്റെ മേലെ ഇറങ്ങട്ടെ. ഞാൻ ഈ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മുൻകൂടാരം പൊളിഞ്ഞപ്പോൾ അഹരോന്റെ വടി തളർത്തതുപോലെ മുൻകൂടാരം പൊളിഞ്ഞേച്ച് അതിപരിശുദ്ധ സ്ഥലത്ത് അവൻ അസാധ്യമെന്ന് പറഞ്ഞ് അവൻ സെഖര്യാവിനും എലിസബത്തിനും വേണ്ടി ഒരു തലമുറയുടെ വാഗ്ദത്തം നൽകി അതവരുടെ കരങ്ങളിൽ നൽകിയതുപോലെ ഈ ജനം ദൈവസന്നിധിയിൽ നിന്ന് അസാധ്യമായതിനെ പ്രാപിച്ചെടുക്കട്ടെ. കർത്താവിൻ്റെ മഹത്വം ഇറങ്ങട്ടെ. കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ പൊതിയണം, പരിശുദ്ധൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ.